إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فقد قال الله تعالى وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب الله سبحانه وتعالى തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവൻ്റെ കൽപ്പന നിരോധനങ്ങൾക്ക് ജീവിതത്തിൽ മുൻഗണന കൽപ്പിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ആദ്യമായി ഞാൻ എൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ തൃപ്തിപ്പെടുന്ന മുത്തഖീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഇന്ന് നാം നമ്മുടെ രാജ്യത്ത് പുതിയൊരു സ്വാതന്ത്ര്യ ദിനം കൂടി ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊണ്ടാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്വാതന്ത്ര്യദിനം, ഓരോ ആഗസ്റ്റ് 15 നമ്മളിലേക്ക് കടന്നു വരുമ്പോഴും നമ്മുടെ മനസ്സുകളിലൂടെ ചില കൊണ്ടാടലുകൾക്കപ്പുറത്തേക്ക് ചില ആഴമേറിയ സ്മരണകളും ചിന്തകളും കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്, നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഉത്തരവാദിത്ത ബോധമുള്ള വിശ്വാസികൾ എന്ന നിലക്ക് ഇത്തരം ഘട്ടങ്ങളിൽ പ്രധാനമായും 3 സ്മരണകളാണ്, 3 ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടതായിട്ടുള്ളത്, നാം കൊണ്ടുവരേണ്ടതായിട്ടുള്ളത്. അതിലൊന്നാമതായി
അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെ സംബന്ധിച്ചുള്ള സ്മരണയാണ്. രണ്ടാമതായി, ഇത്തരമൊരു അനുഗ്രഹം, ഇത്തരമൊരു സാമൂഹിക സാഹചര്യം സാധ്യമാകുന്നതിനു വേണ്ടി നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ, വിശ്വാസി സമൂഹം സഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾ, വേദനകൾ, അതേക്കുറിച്ചുള്ള ഒരു ത്യാഗ സ്മരണയാണ്. മൂന്നാമതായി, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ അനുഗ്രഹത്തോടും പൂർവികരായ സച്ചരിതരായ വിശ്വാസി സമൂഹവും പണ്ഡിതന്മാരും മഹത്തുക്കളും സഹിച്ച ആ ത്യാഗങ്ങൾക്ക് അതിനോട് നീതി പുലർത്തുന്ന രൂപത്തിൽ നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നാം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ചില ആലോചനകളാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇത്തരം സാഹചര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. സൂറത്തു തകാസുറിന്റെ അവസാനത്തെ ആയത്ത് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, പിന്നീട് തീർച്ചയായും നിങ്ങൾ ചോദിക്കപ്പെടുന്നതാണ് അനിൻ നഈം, ഓരോ അനുഗ്രഹത്തെക്കുറിച്ചും. പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഓരോ മനുഷ്യനോടും ഈ ലോകത്ത് അവൻ അനുഭവിച്ച അനുഗ്രഹത്തെ സംബന്ധിച്ച് അള്ളാഹു ചോദ്യം ചെയ്യുന്നതാണ്. ഈ ആയത്ത് വിശദീകരിക്കവേ ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഐ അൻ ശുക്രിമ അൻഅമ അല്ലാഹു ബിഹി അലൈക്കും, അഥവാ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ ഏതു വിധേനയാണ് നന്ദി രേഖപ്പെടുത്തിയത് എന്നതിനെ സംബന്ധിച്ചാണ് ആ ചോദ്യം എന്ന് വിശദീകരിക്കുന്നുണ്ട്. അത് പറഞ്ഞ തൊട്ടുടനെ അദ്ദേഹം ആ അനുഗ്രഹങ്ങളിൽ ചിലത് എണ്ണുന്നുണ്ട്. അതിൽ ആദ്യമായി ഇബ്നു കസീർ റഹിമഹുള്ള എണ്ണിയത് അസ്സിഹ, ആരോഗ്യമാണ്. അള്ളാഹു ആരോഗ്യത്തെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കും, അതിനെങ്ങനെയാണ് നിങ്ങൾ ശുക്ർ ചെയ്തിട്ടുള്ളത്, നന്ദി രേഖപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമതായി അദ്ദേഹം എണ്ണിയത് അൽ അംന്, നിർഭയത്വമാണ്. ഒരു രാജ്യത്ത് നിങ്ങൾ വസിക്കുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് നിർഭയത്വവും സമാധാനവും നൽകിയിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ സംബന്ധിച്ച് അതിന് നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അനുഗ്രഹീതമായ ഒരു നാടിനെ സംബന്ധിച്ചുള്ള, ഒരു രാജ്യത്തെ സംബന്ധിച്ചുള്ള ഒരു ചിത്രം സൂറത്തു നഹ്ലിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ച് നൽകുന്നതായിട്ട് കാണാൻ കഴിയും. അതിന്റെ രൂപം എങ്ങനെയാണ്? വദറബല്ലാഹു മസലൻ, അള്ളാഹു ഒരു ഉപമയായി ഒരു രാജ്യത്തെ, ഖറിയത്തൻ, ഒരു രാജ്യത്തെ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. കാനത് ആമിനത്തൻ മുത്തുമഇന്ന, അതിന്റെ പ്രത്യേകത കാനത് ആമിന, അത് നിർഭയത്വം നിറഞ്ഞ ഒരു നാടായിരുന്നു. മുത്തുമഇന്നത്തൻ എന്ന് മാത്രമല്ല, ആളുകൾക്ക് ശാന്തി പകരുന്ന, സമാധാനം നിറഞ്ഞ, മനഃശാന്തി ലഭിക്കുന്ന ഒരിടമായിരുന്നു ആ രാജ്യം. അത് സമാധാനം തളം കെട്ടി നിൽക്കുന്ന ഒരു രാജ്യം. യഅ്തിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ, നാനാഭാഗത്തു നിന്നും ആ നാട്ടിലേക്കുള്ള, രാഷ്ട്രത്തിലേക്കുള്ള, രാജ്യത്തിലേക്കുള്ള വിഭവങ്ങൾ ഇങ്ങനെ ആ രാജ്യത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അഥവാ സമ്പൽ സമൃദ്ധമാണ് ആ രാജ്യം എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ഇവിടെ നാം ഏറെ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്, അള്ളാഹു ആ രാജ്യത്തിന്റെ സമ്പന്നതയെ സംബന്ധിച്ച് പറയുന്നതിന് മുന്നേ ആയിട്ട്, സമൃദ്ധിയെ സംബന്ധിച്ച് പറയുന്നതിന് മുമ്പായിട്ട്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായിട്ട് എണ്ണിയത് ആമിനത്തൻ, മുത്തുമഇന്നത്തൻ എന്നുള്ളതാണ്. അത് അതിസമ്പന്നമാണ് എന്ന് പറയുന്നതിന് മുമ്പേ വിശുദ്ധ ഖുർആൻ ആദ്യമായി പറഞ്ഞത് അത് നിർഭയത്വമുള്ള ഒരു രാജ്യമാണ്, ശാന്തി നിറഞ്ഞ ഒരു രാഷ്ട്രമാണ് എന്നതാണ്. അപ്പൊ എത്ര സമ്പന്നതയെക്കാളും ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കേണ്ടത്, അവർക്ക് അനുഗ്രഹമായി വർത്തിക്കേണ്ടത് ഈ ഒരു നിർഭയത്വമാണ് എന്നതാണ് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഫകഫറത് ബിഅൻഉമില്ല, ആ നാട്ടിലുള്ള ജനങ്ങൾ അള്ളാഹുവിന്റെ ഈ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിച്ചു. ഈ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ കൃഷിയോട് മാത്രമല്ല, സമ്പത്തിനോട് മാത്രമല്ല, സമ്പൽ സമൃദ്ധിയോട് മാത്രമല്ല, നേരത്തെ പറഞ്ഞ ആമിനത്തൻ മുത്തുമഇന്ന, അവിടെയുള്ള അമ്നിനോട്, അവിടെ ഉണ്ടായിരുന്ന ആ നിർഭയത്വം എന്ന അനുഗ്രഹത്തോടു കൂടി അവർ നന്ദികേട് കാണിക്കുകയാണ്. അവരുടെ ആ നന്ദികേട് കാരണമായിട്ട് വിശപ്പിന്റെയും ഭയത്തിന്റെയും വസ്ത്രങ്ങൾ അള്ളാഹു അവരെ രുചിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് അവസാനിക്കുന്നത്. ഇവിടെ പറഞ്ഞു വന്നത്,
നാം പലപ്പോഴും അവഗണിക്കുന്ന, വിലമതിക്കാത്ത അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് നാം ഓരോ നിമിഷവും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം എന്നുള്ളത്, നിർഭയത്വം എന്നുള്ളത്. ആരെയും ഭയക്കാതെ, ആരെയും പേടിക്കാതെ, ഒരു ആയുധവും ഭയക്കാതെ, ആയുധധാരിയെയും ഭയക്കാതെ ഓരോ ദിവസവും നാം ഉണരുന്നു, നമ്മുടെ ജോലി കാര്യങ്ങളിലേക്ക് പോകുന്നു, നമ്മുടെ എല്ലാ ക്രയവിക്രയങ്ങളിലും ഏർപ്പെടുന്നു. വളരെ നിർഭയമായിട്ടാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനോട് എത്രമാത്രം നാം നന്ദി കാണിക്കുന്നുണ്ട് എന്ന് ഓർത്തു നോക്കുക. അള്ളാഹു എത്രമാത്രം സ്വാതന്ത്ര്യം ഈ ഒരു ദേശത്ത് നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനും അതിനെ പ്രബോധനം ചെയ്യാനും വലിയൊരളവിലുള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ഈ നിമിഷം വരെയും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഭാവിയിൽ അത് നമുക്ക് നിഷേധിക്കപ്പെട്ടേക്കാം, നമുക്കറിയില്ല. പക്ഷെ നിലവിൽ വലിയൊരു സ്വാതന്ത്ര്യം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ ഏത് രൂപത്തിലാണ് നാം പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്, ഏത് രൂപത്തിലാണ് നാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തീർച്ചയായും നാം ആലോചിക്കണം. അള്ളാഹുവിന്റെ ഈ അനുഗ്രഹത്തെ വിലമതിക്കണമെന്ന് പറയുമ്പോൾ ആ അനുഗ്രഹത്തോട് നമുക്ക് കൂറുണ്ടാകണം, ഈ ദേശത്തോട് നമുക്കൊരു പ്രതിബദ്ധത ഉണ്ടാകണം, അതിനോട് നമുക്ക് സ്നേഹമുണ്ടാകണം, ഈ മണ്ണിനോട് നമുക്കൊരു അടുപ്പമുണ്ടാകണം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള മാതൃക തന്നെയാണ്. നമുക്കൊക്കെ പല കുറി നാം കേട്ടിട്ടുള്ള ഒരു ചരിത്രമാണ്. ഹിജ്റയുടെ വേളയിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ മക്കയിലേക്ക് നോക്കിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന പ്രസിദ്ധമായ ചില വാക്കുകളുണ്ട്. വല്ലാഹി ഇന്നകി ലാ ഖൈറു അർദില്ലാഹി വ അഹബ്ബു അർദില്ലാഹി ഇലയ്യ. ഓ മക്ക, തീർച്ചയായും അള്ളാഹുവിന്റെ ഭൂമിയിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഭൂമി നീയാണ്. വലൗല അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു. ഞാനെങ്ങാനും ഇവിടുന്ന് പുറത്താക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, ആട്ടിയോടിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, മാ ഖറജ്തു, ഞാൻ ഇവിടെ നിന്ന് ഒരിക്കലും പുറത്തു പോകില്ലായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന വാക്കുകൾ വളരെ പ്രസിദ്ധമാണ്. പക്ഷെ ആ വാക്കുകളുടെ ആഴവും പരപ്പും, ആ വാക്കിലടങ്ങിയിരിക്കുന്ന പ്രവാചകന് മക്കയോടുണ്ടായിരുന്ന അടങ്ങാത്ത പ്രേമത്തിന്റെ ആ ഭാരം, അതിന്റെ വ്യാപ്തി നാം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം കഠിനമായ വേദനകൾ സഹിച്ചതിന് ശേഷമാണ് ആ മക്കയിൽ നിന്ന്, ആ മക്കയിലുള്ള ആ മക്കവാസികളിൽ നിന്ന് ഏതൊക്കെ രൂപത്തിലുള്ള പീഡനങ്ങളും വേദനകളും സഹിച്ചതിന് ശേഷമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയെ നോക്കിക്കൊണ്ട് ഈ വാക്ക് പറയുന്നത് നമ്മൾ ആലോചിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു ദേശത്ത് നിന്ന്, ഒരു ദേശവാസികളിൽ നിന്ന് ചെറിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ തന്നെ ആ ദേശവാസികളോട് മാത്രമല്ല, ആ ദേശത്തോട് തന്നെ നമുക്ക് ചിലപ്പോൾ അറപ്പും വെറുപ്പും വന്നു പോകും. അങ്ങനെ നമ്മളിൽ പലർക്കും ഇന്ന് നമ്മുടെ മനസ്സിൽ വലിയൊരു മാനസാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മോട് അനീതി ചെയ്യപ്പെടുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. വലിയ രൂപത്തിൽ നാം അതിക്രമത്തിനിരയാകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ അക്രമകാരികളോടുള്ള അമർഷം, അവരോടുള്ള വിദ്വേഷം, അവരോടുള്ള ദേഷ്യം ഈ ദേശത്തോടും ഈ രാജ്യത്തോടുമുള്ള അമർഷമായിട്ടും ദേഷ്യമായിട്ടും അകൽച്ചയായിട്ടും രൂപാന്തരപ്പെടുന്നതായിട്ട് നാം പലരിലും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്കുകൾ നാം പഠിക്കേണ്ടത്. 13 വർഷക്കാലം അതികഠിനമായ വേദനകൾ മാത്രം സമ്മാനിച്ച ഒരു പ്രദേശത്തെ നോക്കിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, വ അഹബ്ബു അർദില്ലാഹി ഇലയ്യ, എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു ഭൂമിയാണ് നീ എന്ന് പ്രവാചകൻ പറയുന്നത്. നാം ഏത് ദേശത്ത് ജീവിക്കുന്നവരാകട്ടെ, ആ വസിക്കുന്ന സമയത്ത് അതിനോട്, ആ ദേശത്തോട്, ആ ദേശവാസികളോട് നമുക്ക് ചില പ്രതിബദ്ധതകളുണ്ട്. പ്രവാചകൻ തന്നെയാണ് അതും നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്. മദീനയിലേക്ക് എത്തിയ ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ഒരു പ്രാർത്ഥന ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണിത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കഹുബ്ബിനാ മക്കത ഔ അശദ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മദീനയെ പ്രിയങ്കരമാക്കി നൽകണമേ. മക്കയോളം, അതല്ലെങ്കിൽ മക്കയേക്കാൾ, മക്ക എപ്രകാരം നമുക്ക് പ്രിയങ്കരമായ ഒരു പ്രദേശമായിരുന്നു, അതിനോളം അല്ലെങ്കിൽ അതിനേക്കാൾ പ്രിയങ്കരമായി നമുക്ക് മദീനയെ നീ മാറ്റി നൽകണമേ എന്ന് അള്ളാഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചതായി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. മദീനയിലേക്ക് ഹിജറ ചെയ്ത ആദ്യ ദിവസങ്ങളിൽ സഹാബാക്കളിൽ പലരും അങ്ങേയറ്റം മാനസികമായി അസ്വസ്ഥരായിരുന്നു. കാരണം പല ആളുകൾക്ക് രോഗം ബാധിച്ചു. മദീനയുടെ കാലാവസ്ഥ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് യസ്രിബ് എന്നായിരുന്നു അത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പുറമെ നിന്ന് അവിടെ എത്തിയ ആളുകൾക്ക് രോഗം ബാധിക്കും, പനി ബാധിക്കും.
അങ്ങനെ സഹാബാക്കളിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പല പ്രമുഖരും അതിശക്തമായ പനി ബാധിച്ച് മാനസികമായി തളർന്ന് മക്കയെ കുറിച്ച് കവിതകളൊക്കെ ആലപിച്ചുകൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവേ, ഈ മദീനയെ നീ ഞങ്ങൾക്ക് പ്രിയങ്കരമാക്കി നൽകണമേ. അഥവാ ഒരു ദേശത്ത് നമ്മൾ വസിക്കുമ്പോൾ ആ ദേശം നമുക്ക് പ്രിയങ്കരമായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാത്രമേ അവിടെ നമുക്ക് സ്വസ്ഥതയുള്ള ജീവിതം സാധ്യമാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ ആ ദേശത്തോട് ചില പ്രതിബദ്ധത, ആത്മാർത്ഥത നമുക്ക് പുലർത്താൻ കഴിയുകയുള്ളൂ. പിന്നീട് അത് പുലരുന്നതായിട്ട് കാണാം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖദിമ മിൻ സഫറിൻ ഫനദറ ഇലാ ജുദ്റാനിൽ മദീന ഔ ദഅ റാഹിലതഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ല യാത്രയും കഴിഞ്ഞ്, ദൂരയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ദൂരെ നിന്ന് മദീനയുടെ ഭിത്തി ഇങ്ങനെ കാണുമ്പോൾ, മദീനയുടെ അതിർവരമ്പുകളിലുള്ള ഭിത്തികൾ ഇങ്ങനെ കാണുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഹനത്തിന്റെ വേഗത അധികരിപ്പിക്കുമായിരുന്നു. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മിൻ ഹുബ്ബിഹി ലഹ, മദീനയോടുള്ള പ്രവാചകന്റെ സ്നേഹം കാരണമായിരുന്നു റസൂൽ അത് കാണുമ്പോൾ തന്നെയും ആ മദീനയിലേക്ക് എത്തിച്ചേരാൻ ഈ രൂപത്തിൽ ധൃതി കാണിച്ചിരുന്നത്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം കാണാൻ കഴിയും. അദ്ദേഹം പറയുകയാണ്, രണ്ട് കാര്യങ്ങൾക്ക് ഈ ഹദീസ് തെളിവാണ്. ഒന്ന്, മദീനയുടെ ശ്രേഷ്ഠതയ്ക്ക് ഈ ഹദീസ് തെളിവാണ്. രണ്ടാമത്തതായി ഹുബ്ബുൽ വതൻ, നാം വസിക്കുന്ന നാടിനോട്, ദേശത്തോട് നാം പുലർത്തേണ്ട സ്നേഹത്തിന് ഈ ഹദീസ് തെളിവാണ് എന്ന് ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഫത്ഹുൽ ബാരി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മദീനയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാം. വബാരിക് ലനാ ഫീ സാഇഹ വമുദ്ദിഹ, അവിടുത്തെ കൃഷിയിലും അവിടുത്തെ ധാന്യങ്ങളിലും അവിടുത്തെ ഭക്ഷണത്തിലും അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണമേ. വസഹിഹ്ഹാ ലനാ വൻഖുൽ ഹുമ്മാഹ, അവിടെ ഉണ്ടായിരുന്ന ആ രോഗം അത് നീ ഉയർത്തേണമേ, അത് നീ മാറ്റണമേ. അവിടെയുള്ള ആളുകൾക്ക് നീ ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യണമേ എന്നൊക്കെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനക്ക് വേണ്ടിയും മദീനയുടെ ആളുകൾക്ക് വേണ്ടിയും ദുആ ചെയ്തിരുന്നതായി പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചര്യയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ മക്കൾക്ക് വേണ്ടി, അതൊരു തരിശ് ഭൂമി ആയിരിക്കെ തന്നെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, അല്ലാഹുവേ ഈ ഒരു നാടിനെ നിർഭയത്വം നിറഞ്ഞ നാടാക്കി മാറ്റണമേ. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, ഈ നാട്ടുകാർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും ഭക്ഷണവും നീ നൽകണമേ എന്ന്, സമ്പന്നത നീ നൽകണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഇവിടെയും നമ്മൾ ആലോചിച്ച് നോക്കുക, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ നാടിന്റെ സമ്പന്നതയെ പറയുന്നതിന് മുന്നേ ആയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം മുൻഗണന നൽകിയിരിക്കുന്നത് ആമിന, നിർഭയത്വത്തിനാണ്. ഈ നാടിനെ നീ നിർഭയമാക്കി മാറ്റണമേ. ഒരുപക്ഷെ ഇതൊക്കെ മക്കയും മദീനയുടെ ഒക്കെ കാര്യമല്ലേ എന്ന് നമ്മൾ ആലോചിക്കുന്നിടത്താണ് യൂസുഫ് അലൈഹിസ്സലാമിയുടെ ചരിത്രം പ്രസക്തമാകുന്നത്. നമുക്കറിയാം, യൂസുഫ് അലൈഹിസ്സലാം മിസ്രിലേക്ക് എത്തപ്പെടുന്നത്, ഈജിപ്തിലേക്ക് എത്തപ്പെടുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. മിസ്ർ എന്ന് പറയുന്ന ആ രാജ്യം, ആ ദേശം യൂസുഫ് അലൈഹിസ്സലാമക്ക് സമ്മാനിച്ചത് ദുരിതവും വേദനകളും കൈപ്പേറിയ അനുഭവങ്ങളും മാത്രമായിരുന്നു. അങ്ങനെ നിരപരാധിയായി ജയിലിൽ അനേക വർഷം കഴിഞ്ഞു. അങ്ങനെ ജയിലിൽ കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സ്വപ്നവാക്ക്, ആ രാജാവ്, അവിടുത്തെ ഒരു രാജാവ് കണ്ട സ്വപ്ന വ്യാഖ്യാനവുമായി യൂസുഫ് അലൈഹിസ്സലാമെ സമീപിക്കപ്പെടുന്നത്. യൂസുഫ് അലൈഹിസ്സലാം വളരെ കൃത്യമായി ആ സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകി. യൂസുഫ് അയ്യുഹ സുദ്ദീഖ് അഫ്തിനാ ഫീ സബ്ഇ ബഖറാത്തിൻ സിമാനിൻ യഅകുലുഹുന്ന സബ്ഉൻ ഇജാഫുൻ വസബ്ഉ സുംബുലാത്ത് ഖുദ്റിൻ വഉഖറ യാബിസാത്ത്, 7 തടിച്ചു കൊഴുത്ത പശുക്കളെ, 7 മെലിഞ്ഞൊട്ടിയ പശുക്കൾ വിഴുങ്ങുകയാണ്. അതോടൊപ്പം 7 പച്ച കതിരുകളും 7 ഉണങ്ങി ദ്രവിച്ച കതിരുകളും. വളരെ വിചിത്രമായ ഈ സ്വപ്നത്തിന് വ്യാഖ്യാനം കണ്ടെത്താൻ അന്വേഷണം നടത്തിയപ്പോഴാണ് രാജാവ് യൂസുഫ് അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അറിയുന്നതും അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ആളെ പറഞ്ഞയക്കുന്നതും. യൂസുഫ് നബി വളരെ കൃത്യമായിട്ട് അതിന് വ്യാഖ്യാനം നൽകി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഗൗരവം നിറഞ്ഞ ഒരു കാര്യം, സമീപത്ത് തന്നെ ഈ രാജ്യം വളരെ വലിയൊരു ക്ഷാമം നേരിടാൻ പോവുകയാണെന്നുള്ളതാണ്. യൂസുഫ് നബിയെ സംബന്ധിച്ചിടത്തോളം എന്നെ ഇത്രമാത്രം പീഡിപ്പിച്ച, എനിക്ക് വേദനകൾ സമ്മാനിച്ച, അനീതിയും അക്രമവും കാണിക്കുന്ന ഈ രാജ്യവും ഈ ഭരണകർത്താക്കളും അനുഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയല്ല യൂസുഫ് അലൈഹിസ്സലാം ചെയ്യുന്നത്. മറിച്ച് അദ്ദേഹം ആ രാജാവിനോട് അപേക്ഷിക്കുകയാണ്, ഇജഅൽനി അലാ ഖസാഇനിൽ അർദ്, ഈ ഭൂമിയുടെ ഖജനാവുകളുടെ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കുക. ഇന്നി ഹഫീദുൻ അലീം, ഞാൻ സൂക്ഷ്മതയുള്ളവനാണ്, ഞാൻ അറിവുള്ളവനാണ്. അതുപയോഗിച്ച് ഈ രാജ്യത്തെ ഞാൻ സംരക്ഷിക്കാം, രക്ഷിക്കാം. ഏത് രാജ്യത്തെ സംബന്ധിച്ചാണ് യൂസുഫ് നബി പറയുന്നത്? അന്ന് മിസ്ര
ഇസ്ലാമിക രാഷ്ട്രമല്ല. അവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ വിശ്വാസികളല്ല. അവിടെയുള്ള ഭരണാധികാരി മുസ്ലിമല്ല. ആ രാജ്യം യൂസുഫ് അലൈഹി ഇസ്ലാമിക്ക് സമ്മാനിച്ചത് മധുരിക്കുന്ന ഓർമ്മകളുമല്ല. പക്ഷേ ആ രാജ്യത്തോടും ആ രാജ്യനിവാസികളോടും ആ ദേശത്തോടുമുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കൂറ് നമ്മൾ നോക്കുക. ന്യായത്തിന്റെ കൂടെ നിൽക്കാൻ, നന്മയുടെ കൂടെ നിൽക്കാനുള്ള ഒരു പ്രവാചകന്റെ പ്രതിബദ്ധത നാം ആ ആയത്തുകളിലൂടെ വായിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് പ്രവാചകന്മാരുടെ ചര്യ എന്നുള്ളത്. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. നമ്മോട് വളരെ മോശമായിട്ട് പെരുമാറപ്പെട്ടാലും തിരിച്ച് നന്മ കൊണ്ട് അതിനെ നേരിടുക എന്ന പ്രവാചകന്മാരുടെ ചര്യയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിയുടെ ഈ ചരിത്രത്തിലൂടെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മൂസ അലൈഹി ഇസ്ലാമിയുടെ ചരിത്രത്തിലും സമാനമായ അനുഭവങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. ഫറോവയുടെ കീഴിൽ അവർ അതികഠിനമായ ചില പരീക്ഷണങ്ങൾക്ക് വിധേയരായപ്പോ ഫറോവമാർ അവർ ബനൂ ഇസ്രായേലികളോട് ചെയ്ത ക്രൂരത കാരണമായിട്ട് തന്നെയാണ് അത്തരം ശിക്ഷകൾ അവർ അനുഭവിക്കേണ്ടി വന്നത്. ആ ശിക്ഷ വലമ്മാ വഖഅ അലൈഹിമുർ റിജ്സു, ആ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നപ്പോ അവർ മൂസ അലൈഹി ഇസ്ലാമിയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്, ഉദ്ഉ ലനാ റബ്ബക ബിമാ അഹിദ ഇൻദക്. താങ്കളുടെ റബ്ബിനോട്, ആ റബ്ബുമായിട്ടുള്ള താങ്കളുടെ ബന്ധത്തെ മുൻനിർത്തി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ലഇൻ കശഫ്ത അന്ന റിജ്സ ലനുഅ്മിനന്ന ലക വലനുർസിലന്ന മഅക ബനി ഇസ്രായീൽ. ഈ പ്രയാസം ഞങ്ങളിൽ നീങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും നാം നിങ്ങളിൽ വിശ്വസിക്കും, ബനൂ ഇസ്രായേലികളെ നാം മോചിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ മൂസ അലൈഹിസ്സലാം അതിനെതിരെ നിൽക്കുന്നില്ല. മൂസ അലൈഹിസ്സലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രയാസം നീങ്ങാൻ മൂസ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. ഫലമ്മാ കശഫ്നാ അൻഹുമുർ റിജ്സ, ആ പ്രയാസം അല്ലാഹു നീക്കിക്കൊടുക്കുന്നു. പക്ഷെ അവരതിനോട് നന്ദികേട് കാണിക്കുകയാണ് ചെയ്തത് എന്നത് മറ്റൊരു കാര്യമാണ്. നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹത്തെ വിലമതിക്കുകയും ഈ നാടിന്റെ നന്മയും ക്ഷേമവും ഐശ്വര്യവും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് ആദ്യമായി പ്രവാചകന്മാരുടെ ചര്യയെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ, സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അതാണ് നാം ഉൾക്കൊള്ളാനുള്ളത്. രണ്ടാമതായി, പൂർവികരുടെ ത്യാഗങ്ങളെ നാം വിലമതിക്കുക. എങ്ങനെയാണ് പൂർവികരായ ആളുകൾ ഈ ഒരു സാഹചര്യം നിലവിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങളെ നാം എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, എങ്ങനെയാണ് വിലമതിക്കേണ്ടത്? അവർ നമുക്ക് സമ്മാനിച്ച ഈ സ്വാതന്ത്ര്യം, ഈ അനുഗ്രഹങ്ങൾ, ഈ ഒരു സാമൂഹിക സാഹചര്യങ്ങൾ, ഈ സാമൂഹിക ചുറ്റുപാട്, അത് ആ രൂപത്തിൽ അതിന് കളങ്കം വരാതെ നിലനിർത്താനുള്ള എല്ലാ പണികളും നാം ചെയ്യുക എന്നതാണ് അവരോടുള്ള നമ്മുടെ പ്രതിബദ്ധത, അവരോട് നാം കാണിക്കേണ്ട നീതി എന്നുള്ളത്. വരും തലമുറക്ക് ഈ സാമൂഹിക സാഹചര്യത്തിൽ യാതൊരു കളങ്കവും ചേർക്കപ്പെടാത്ത രൂപത്തിൽ വളരെ കളങ്കരഹിതമായി അവർക്ക് ഈ സാമൂഹിക സാഹചര്യങ്ങളെ, ഇത്തരം നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യം, നമ്മുടെ നാടിന്റെ നിർഭയത്വം അവർക്ക് കൈമാറാൻ നമ്മെ കൊണ്ട് സാധിക്കണം. അതാണ് രണ്ടാമതായി നമ്മുടെ ഉത്തരവാദിത്തമായിട്ടുള്ളത്. അതിന് നാം നീതിബോധമുള്ളവരായിട്ട് മാറേണ്ടതുണ്ട്. അതിന് നാം ഏത് ഘട്ടത്തിലും നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നവരായിട്ട് മാറേണ്ടതുണ്ട്. അനീതിക്കെതിരെ നിലയുറപ്പിക്കേണ്ടവരായിട്ട് മാറേണ്ടതുണ്ട്. അധാർമികതക്കെതിരിൽ നിലപാടുകൾ എടുക്കേണ്ടവരായിട്ട് മാറേണ്ടതുണ്ട്. അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ തന്നെയാണ്. പ്രവാചകന്റെ ഏറ്റവും വലിയൊരു സുന്നത്താണ് നീതിക്ക് വേണ്ടി നിലകൊള്ളുക. പ്രവാചകന്റെ പല സുന്നത്തുകളും നമുക്ക് പരിചയമുണ്ട്. പക്ഷെ ഇത്തരം ചില സുന്നത്തുകൾ പലപ്പോഴും നാം ചർച്ച ചെയ്യാറില്ല, പലപ്പോഴും നാം അറിയാറോ കേൾക്കാറോ ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സീറയിൽ ഇബ്നു ഇസ്ഹാഖും ഇബ്നു ഹിശാമും ഉദ്ധരിക്കുന്ന ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ മക്കയുടെ പുറത്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയിൽ നിന്ന് അബൂജഹല് കുറച്ച് സമ്പത്ത് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് മക്ക കാലഘട്ടത്തിലുള്ള സംഭവമാണ്, പ്രവാചകന്റെ നുബുവത്തിന്റെ ആദ്യ കാലഘട്ടം. അബൂജഹലും പ്രവാചകനും അതികഠിനമായി അബൂജഹല് പ്രവാചകനോട് ശത്രുത പുലർത്തിയിരുന്ന ഒരു സമയം. ആ കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം സംഭവിക്കുന്നത്. അങ്ങനെ ഈ വ്യക്തി മക്കയിലുള്ള പ്രമുഖരായ ആളുകളുടെ അടുക്കലേക്ക് വന്ന്, എനിക്ക് അബൂജഹല് ഇത്ര സമ്പത്ത് നൽകാനുണ്ട്, പക്ഷെ അദ്ദേഹം അത് നൽകാൻ കൂട്ടാക്കുന്നില്ല. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് മക്കയിൽ സ്വാധീനമില്ല, മക്കയിൽ കുടുംബാംഗങ്ങളില്ല. അതുകൊണ്ട് തന്നെ അത് മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തോട് അബൂജഹൽ അതിക്രമം കാണിച്ചതാണ്. പക്ഷേ അബൂജഹലിനോട് ആരാരുമില്ലാത്ത ഈ വ്യക്തിക്ക് വേണ്ടി വാദിക്കാൻ അവിടെയുള്ള ആരും തയ്യാറായില്ല. അവര് വെറുതെ പരിഹാസ രൂപേണ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയൊരു വ്യക്തിയുണ്ട്, ആ കാണുന്ന ആ വ്യക്തിയെ പോയിട്ട് നിങ്ങൾ സമീപിക്കുക, ഈ പ്രശ്നം പരിഹരിച്ചു തരും. അവര് കരുതിയത് പ്രവാചകന്റെ അടുക്കിലേക്ക് പോയ പ്രവാചകൻ പറയും, ഞാൻ അതിനേക്കാൾ വലിയ പ്രശ്നത്തിലാണുള്ളത്, ഞാൻ ഇവിടെ തൗഹീദ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുപോലും അദ്ദേഹം കൂട്ടാക്കാൻ തയ്യാറാകുന്നില്ല, അതിനിടയിൽ ഈ വക കാര്യങ്ങൾ ഞാൻ എങ്ങനെ ഏർപ്പെടും എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമായിരിക്കും എന്ന് കരുതി പരിഹാസ
രൂപേണ അവരെന്ത് സംഭവിക്കുമെന്ന് ഒളിഞ്ഞിരുന്ന് നോക്കുകയായിരുന്നു. അങ്ങനെ ഈ വ്യക്തി പറഞ്ഞതുപോലെ ചെയ്തു. റസൂലിന്റെ അടുക്കലേക്ക് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ നിമിഷം തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈപിടിച്ച് അബൂജഹലിന്റെ ഭവനത്തിനടുത്ത് പോയി കതകിന് മുട്ടി. ആരാണെന്ന് ചോദിച്ചപ്പോ വളരെ ഉറച്ച സ്വരത്തിൽ പ്രവാചകൻ തന്റെ പേരുച്ചരിച്ചു. വാതിൽ തുറന്നു കണ്ടപ്പോഴേ അബൂജഹൽ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്? മുഖത്ത് നോക്കി അബൂജഹലിന്റെ മുഖത്ത് നോക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കാനുള്ള ആ അവകാശം ഈ നിമിഷം തന്നെ കൊടുത്തു വിടുക. ഒരു ചെറിയ കുട്ടിയെ പോലെ ഭയന്ന് വിറച്ചുകൊണ്ട് അബൂജഹൽ തിരിച്ച് വീട്ടിനകത്തേക്ക് പോയി ഒരു നിമിഷം ഒന്ന് കാത്തു നിൽക്കുക എന്ന് അപേക്ഷിച്ചുകൊണ്ട് വീട്ടിനകത്തേക്ക് പോയി സമ്പത്തുമായിട്ട് തിരികെ വരുന്ന കാഴ്ചയാണ് ദൂരെ നിന്ന് ഇത് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ കണ്ടത്. ഇവരെ ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് അബൂജഹലിന്റെ അടുക്കലേക്ക് പോയി സംഭവിച്ച കാര്യത്തെ പറ്റി അന്വേഷിച്ചു. താങ്കൾക്ക് എന്താണ് പറ്റിയത്? എന്താണ് ഈ ഞങ്ങൾ കണ്ടത്? ഇപ്പൊ എന്താണ് താങ്കൾ ഈ ചെയ്തു കൂട്ടിയത്? അദ്ദേഹം പറഞ്ഞു, റസൂൽ കരീം സല്ലല്ലാഹു, ഞാൻ വല്ലാഹി അല്ലാഹുവാണ് സത്യം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഭാഗത്ത് എന്നെ കടിച്ചു കയറാൻ നിൽക്കുന്ന ഒരു മൃഗത്തെയാണ് ഞാൻ കണ്ടത്. ഞാൻ ഭയന്ന് വിറച്ചുകൊണ്ട് ഇത് ചെയ്തതാണ്. നമ്മുടെ വിഷയം അതല്ല. പറഞ്ഞു വന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീതിക്ക് വേണ്ടി മറ്റുള്ളവരുടെ അവകാശങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യത കൽപ്പിച്ചിരുന്നു എന്ന് പറയാനാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. ചരിത്രത്തിൽ മറ്റൊരു സംഭവം കാണാൻ കഴിയും. ഹിൽഫുൽ ഫുദൂൽ എന്നാണ് ആ സംഭവം അറിയപ്പെടുന്നത്. ഒരു സഖ്യമായിരുന്നു അത്. ഒരു ഉടമ്പടിയായിരുന്നു, വളരെ പ്രസിദ്ധമായ ഒരു ഉടമ്പടി. ഇത് പ്രവാചകന്റെ നുബുവത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഉടമ്പടിയാണ്. ഒരു വ്യക്തിക്ക് ഇതേ രൂപത്തിൽ യമനിൽ നിന്ന് കച്ചവടാവശ്യാർത്ഥം മക്കയിലേക്ക് വന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്ന പ്രമുഖനായിരുന്ന ആസിബിന് വാഇൽ സഹമി എന്ന് പറയുന്ന മക്കക്കാരനായ പ്രമുഖനാൽ വഞ്ചിക്കപ്പെടുകയാണ്. ആ വഞ്ചനക്കിരയായി അദ്ദേഹം പല ആളുകളെയും സമീപിച്ച് മക്കക്കാരോട് മുഴുവൻ എന്നെ ആരെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് അപേക്ഷിച്ചു. ആ അപേക്ഷയുടെ ഫലമായിട്ട് ചില ആളുകൾ, നന്മയുള്ള ചില ആളുകൾ, ചില ഗോത്രങ്ങൾ, കുടുംബങ്ങൾ, ബനു ഹാഷിം, ബനുൽ മുത്തലിബ്, ബനു അസദ്, ബനു സുഹ്റാൻ, ബനു തൈം പോലുള്ള ഗോത്രങ്ങൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് അവരോട് ഉടമ്പടി ഉണ്ടാക്കി. ആ ഉടമ്പടിയുടെ പ്രമേയം ഇതായിരുന്നു: മക്കയിൽ ഇനി ആർക്കും നീതി നിഷേധിക്കപ്പെടരുത്, ആരോടും അനീതി കാണിക്കപ്പെടരുത്. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ഉടമ്പടി പ്രകാരം ഈ കുടുംബാംഗങ്ങൾ അതിലിടപെടുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യും. ഇതായിരുന്നു അതിന്റെ ഒരു പ്രമേയം. ഇതിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്ത ഒരാളായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, നുബുവത്തൊക്കെ കഴിഞ്ഞ് നുബുവത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു സംഭവത്തെ സ്മരിക്കുന്നുണ്ട്. പ്രവാചകൻ പറയുകയാണ്, ലഖദ് ശഹിദ്തു മഅ ഉമ്മത്തി ഹിൽഫൻ ഫീ ദാരി അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ. അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആനിന്റെ ഭവനത്തിൽ ഞാനൊരു സഖ്യത്തിന് വളരെ കാലം മുമ്പ് സാക്ഷിയായിട്ടുണ്ട്. മാ അഹബ്ബ അൻ ലീ ബിഹി ഹുമറൻ നിഅം. അത് ചുവന്ന ഒരു ഒട്ടകം എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഇന്നും അങ്ങേയറ്റം എനിക്ക് പ്രിയങ്കരമാണ്. വലൗ ദുഈതു ബിഹി ഫിൽ ഇസ്ലാമി ലഅജബ്ത്. അത്തരമൊരു സഖ്യത്തിലേക്ക്, അത്തരമൊരു ഉടമ്പടിയിലേക്ക് ഇന്നും ഞാൻ ക്ഷണിക്കപ്പെടുകയാണെങ്കിൽ, അത് വിശ്വാസികൾ എന്നല്ല അവിശ്വാസികളാണെങ്കിൽ പോലും ഞാൻ ക്ഷണിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ അതിന് ഉത്തരം നൽകുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് ആശ പ്രകടിപ്പിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രമാത്രം നീതി ഇഷ്ടപ്പെട്ടിരുന്നു, എത്രമാത്രം അവകാശങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിക്കുന്ന സഖ്യങ്ങളെയും അത്തരം പ്രസ്ഥാനങ്ങളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രമാത്രം പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് നോക്കുക. നുബുവത്തിന് ശേഷവും അത് സ്മരിക്കുകയും അതിനെ പുകഴ്ത്തുകയും ചെയ്യാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നാം ഈ ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, നാം നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുന്ന ആളുകളാകണം. മറ്റുള്ളവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ധാർമ്മികതയുള്ള ആളുകളായിട്ട് നമുക്ക് മാറാൻ കഴിയണം. ഏതൊരു കാലഘട്ടത്തിലും സ്ഥായിയായ ഈ ലോകത്തിന്റെ ഒരു സ്വഭാവം എന്നുള്ളത് രണ്ട് സംഘർഷമുഖങ്ങൾ എല്ലാ കാലത്തിലും ഉണ്ടാവും. വിശുദ്ധ ഖുർആൻ അതിനെ പരിചയപ്പെടുത്തിയത് ഹഖ് ബാത്തിൽ എന്നുള്ളതാണ്. എല്ലാ കാലഘട്ടത്തിലും ഹഖുമുണ്ടാകും ബാത്തിലുമുണ്ടാകും. ആ കാലഘട്ടത്തിലൊക്കെയും ഹക്കിന്റെ കൂടെ, സത്യത്തിന്റെ കൂടെ ബാത്തിലിനെതിരായി ആര് നിലയുറപ്പിക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയ പരാജയങ്ങളെ തീരുമാനിക്കാൻ പോകുന്നത്. ഈ ലോകത്ത് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലാണ് സംഘട്ടനം. ഹക്കും ബാത്തിലും തമ്മിലാണ്. ദേശങ്ങൾ തമ്മിലല്ല, ഭാഷകൾ തമ്മിലല്ല, സംസ്കാരങ്ങൾ തമ്മിലല്ല, ആശയങ്ങൾ തമ്മിലുമല്ല. യഥാർത്ഥത്തിൽ ഹക്കും ബാത്തിലും തമ്മിലാണ് ഈ ലോകത്ത് സംഘട്ടത്തിൽ ഏർപ്പെടുന്നത് എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തി നൽകുന്നത്. അതിന് വളരെ സുന്ദരമായ ഒരു ഉപമയും സൂറത്ത് അതിലൂടെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അൻസല മിനസ് സമാഇ മാഅൻ ഫസാലത് ഔദിയതും ബിഖദരിഹാ.
അള്ളാഹു ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു. ആ മഴ കാരണം അരുവികളും തോടുകളുമെല്ലാം കവിഞ്ഞൊഴുകുകയാണ്. ഫഹ്തമല സൈലു സബദർ റാബിയ. ആ കുത്തൊഴുക്കിൽ ആ വെള്ളം ചില കുമിളകളെ, പൊന്തി നിൽക്കുന്ന ചില കുമിളകളെ വഹിക്കുന്നുണ്ട്. ഫഹ്തമല സൈലു സബദർ റാബിയ, ചില കുമിളകൾ. ومما يوقدون عليه في النار ابتغاء حلية أو متاع زبد مثله. വല്ല ആഭരണമോ ഉപകരണമോ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് മനുഷ്യർ തീയിട്ട് കത്തിക്കുന്ന ലോഹത്തിൽ നിന്ന് ഈ രൂപത്തിലുള്ള കുമിളകൾ വരാറുണ്ട്. ആ അർത്ഥത്തിലുള്ള കുമിളകൾ വഹിച്ചുകൊണ്ടുള്ള കുത്തിയൊലിച്ച് പോകുന്ന തടാകങ്ങളിലൂടെ ഒഴുകുന്ന ചില വെള്ളം, അതേ സംബന്ധിച്ച് പരാമർശത്തിന് ശേഷം അള്ളാഹു പറയുകയാണ്, ഈ രൂപത്തിലാണ് ഹക്കിനെയും ബാത്തിലിനെയും അള്ളാഹു ഉപമിക്കുന്നത്. ആ കുമിളകൾ അത് ചവറുകളായി അത് നശിച്ചു പോകും. ആ കുമിളകൾക്ക് ഒരിക്കലും നിലനിൽപ്പില്ല. ആ കുമിളകൾക്ക് ഒരിക്കലും ആയുസില്ല. അത് നശിക്കാനുള്ളതാണ്, അത് തീരാനുള്ളതാണ്. എന്നാൽ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന ഹക്കായിട്ടുള്ള കാര്യങ്ങൾ അതെന്നും ഭൂമിയിൽ നിലനിൽക്കും, അതെന്നും ഭൂമിയിൽ സംരക്ഷിക്കപ്പെടും. അത് പിഴുതെറിയാൻ, അതിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. നന്മയെയും തിന്മയെയും സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വേരുറപ്പില്ലാത്ത, പൊന്തി നിൽക്കുന്ന, കാണുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഭീതിപ്പെടുത്തിയേക്കാം, കാണുമ്പോൾ അതിഭീമാകാരമായ ശിഖരങ്ങൾ അതിനുണ്ടായിരിക്കാം, പക്ഷേ അതിന് വേരുകൾ ഉണ്ടാവുകയില്ല. അതിനൊരിക്കലും നിലനിൽപ്പില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അഥവാ അത് പിഴുതെറിയപ്പെടാനുള്ളതാണ്, അത് നശിക്കാനുള്ളതാണ്. ആ ബാത്തിലുകൾ ഒരിക്കലും നിങ്ങളെ ഭയപ്പെടുത്തരുത്. ആ ബാത്തിലുകൾ കണ്ട് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. ഹക്കിന്റെ പ്രത്യേകത എന്തെന്നാൽ ഒരുപക്ഷെ അതിന്റെ ശിഖരങ്ങൾ വെട്ടിമാറ്റിയേക്കാം, പക്ഷേ അസ്ലുഹ സാബിത്തുൻ, അതിന്റെ അസ്ല്, അതിന്റെ അടിവേരുകൾ എന്നും ഭൂമിയിൽ ഉറച്ചു നിൽക്കും. അത് പിഴുതെറിയാൻ ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ ഉണർത്താനുള്ളത്, ഏത് ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിലോ സമ്മർദ്ദങ്ങൾക്ക് മുന്നിലോ പ്രലോഭനങ്ങൾക്ക് മുന്നിലോ വഴിപ്പെട്ട് അതിന് അടിയറവ് വെക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നാം മനസ്സിലാക്കേണ്ടത് അത് നശിക്കാനുള്ള ചില ചവറുകൾ മാത്രമാണ്. യഥാർത്ഥ സത്യം ഹക്ക് എന്നുള്ളത് അത് ഭൂമിയിൽ എന്നും അവശേഷിപ്പിക്കും. അതിനാണ് അള്ളാഹു ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കുക. അള്ളാഹു ആ ഹക്കിന്റെ കൂടെയാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി എന്നും ഇസ്സത്തും പ്രതാപവും വിജയവും അള്ളാഹുവിനും റസൂലിനും മാത്രമാണ്. കുല്ലു ഷൈഇൻ ഹാലിക്, എല്ലാ കാര്യങ്ങളും നശിക്കാനുള്ളതാണ്. ലഹുൽ ഹുക്മു വ ഇലൈഹി തുർജഊൻ ഇല്ലാ വജ്ഹ, അള്ളാഹുവിന്റെ വജ്ഹല്ലാത്ത മറ്റെല്ലാം നശിക്കാനുള്ളതാണ്. ലഹുൽ ഹുക്മു വ ഇലൈഹി തുർജഊൻ, പൂർണ്ണാർത്ഥത്തിൽ അധികാരവും ഹുക്മും അത് അള്ളാഹുവിന് മാത്രമാണ് അവശേഷിക്കുക. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ഏത് സമ്മർദ്ദങ്ങളിലും ഹക്കിന്റെ കൂടെ നിലയുറപ്പിക്കുന്ന, സത്യത്തിന്റെ കൂടെ, നന്മയുടെ കൂടെ, നീതിയുടെ കൂടെ നിലയുറപ്പിക്കുന്ന, അധർമ്മത്തിനെതിരിൽ തിന്മക്കെതിരിൽ നിലപാടുകൾ എടുക്കുന്ന ധീരരായി ഹക്കിന്റെ വക്താക്കളായി മാറണം എന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു സ്വാതന്ത്ര്യ ദിനത്തിന്റെ സന്ദേശമായി ഈ ഒരു ഖുത്ബയിൽ ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനീതി, വഞ്ചന, നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന വഞ്ചന നമുക്കറിയാം. ജനഹിതം പോലും അട്ടിമറിക്കപ്പെട്ട, ജനാധിപത്യം പൂർണ്ണാർത്ഥത്തിൽ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അങ്ങേയറ്റത്തെ അനീതിക്ക് നാം സാക്ഷികളായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ നാം എന്ത് നിലപാടെടുത്തു എന്നുള്ളത് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഈ അനുഗ്രഹത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ നാം ചോദിക്കപ്പെടും. അതിന് കൃത്യമായിട്ട് മറുപടി പറയേണ്ടവരാണ്. അള്ളാഹു ആർത്ഥത്തിൽ കൃത്യമായ ധീരമായ ഹക്കായ നിലപാടുകൾ സ്വീകരിക്കാൻ എക്കാലത്തും നമ്മെ തുണക്കുമാറാകട്ടെ.